ഇൻ്റർനാഷണൽ ലോജിസ്റ്റിക്സിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ. പല രാജ്യങ്ങൾക്കും പല രീതിയിലാണ് ഡോക്യുമെൻറ്റേഷൻ വേണ്ടത്. നമ്മൾ ഈ പറയുന്ന ഇമ്പോർട്ടും എക്സ്പോർട്ടും ഏത് പ്രോസസ്സും ചെയ്യുന്നതിന് അതിൻ്റെ അകത്ത് ബിൽ ഓഫ് ലേഡിങ് വേണം, ബൈ സീ ചെയ്യുന്നതിന് ബിൽ ഓഫ് ലേഡിങ് വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ വേണം, കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് വേണം, പാക്കിംഗ് ലിസ്റ്റ് വേണം. ചില രാജ്യങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഓഫ് കൺഫോർമിറ്റി വേണം, ചില രാജ്യങ്ങളിൽ ഫ്യൂമിഗേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അങ്ങനെ ഓരോ രാജ്യങ്ങളും അവർക്ക് അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അങ്ങോട്ടുള്ള എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാ പ്രോസസ്സും നമുക്ക് നടക്കുകയുള്ളൂ. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്, നമ്മുടെ ട്രേഡ്, ഇൻ്റർനാഷണൽ ലെവലിലുള്ള ട്രേഡ് അത് താഴോട്ട് പോവുകയുള്ളൂ. ആ ബിസിനസ് തന്നെ നശിച്ചു പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊരു എററോ എന്ത് സംഭവിച്ചാലും ഒരു എക്സ്പോർട്ടറിൻ്റെ പേരിലോ കൺസൈനിയുടെ പേരിലോ നോട്ടിഫൈഡ് പാർട്ടിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു സെറ്റ് ടു കണ്ടെയ്ൻ ഇൻ ബിൽ ഓഫ് ലേഡിങ്ങിൽ അല്ലെങ്കിൽ എയർവേ ബില്ലിൽ ഇതിൽ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ കസ്റ്റംസിൽ സബ്മിറ്റ് ചെയ്ത് അവർ ക്ലിയർ ചെയ്ത് തന്നാലേ നമുക്ക് ഏതൊരു ഗുഡ്സും ക്ലിയർ ചെയ്ത് നമ്മുടെ വെയർഹൗസിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലോട്ടോ നമുക്ക് എത്തിക്കാൻ പറ്റും, എവിടെ നിന്നാണെങ്കിലും. ഇതുപോലെയുള്ള യൂസ്ഫുൾ ടിപ്സിന് ഫോളോ ഡീസോഫ്റ്റ് ടെക്നോളജീസ്.